Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 4 സെമസ്റ്റർ SD സ്റ്റുഡൻസിന്റെ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് എന്തായാലും ആ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ദെൻ നമ്മൾ BCom BBA സ്റ്റുഡൻസിനെ 4 സെമസ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ്, അതുപോലെ തന്നെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺലൈനായിട്ട് കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ല റിസൾട്ട് തന്നെയാണ്. ഒരുപാട് കുട്ടികൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ദെൻ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് കാണുന്ന സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്ന് പേഴ്സണലായിട്ട് മെസ്സേജ് വന്നതിൽ കുറേ കുട്ടികൾ പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ടുള്ള QT അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്, ഈ 2 സബ്ജക്ട്സിലാണ് പോയിട്ടുള്ള ഒരുപാട് കുട്ടികൾക്ക് അരിയർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ നെക്സ്റ്റ് എന്ത് ചെയ്യണം? ചില കുട്ടികൾ സപ്ലൈ എഴുതിയിട്ട് വീണ്ടും ഒരു സബ്ജക്റ്റിൽ മാത്രം പോയിരിക്കുകയാണ്. അപ്പോൾ QTയിൽ മാത്രം പോയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര്. അപ്പോൾ അവർ ഒരൊറ്റ പേപ്പർ മാത്രമായതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ പാസ്സാവാനുള്ള വല്ല സാധ്യതയുണ്ടോ, എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടേ, ഇങ്ങനെ സംശയങ്ങൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് നമുക്ക് നോക്കാം. ഇതാണ് വന്നിട്ടുള്ള 4 സെമസ്റ്റർ SDE CBCSS BCom BBA റെഗുലർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ April 2025 SD സ്റ്റുഡൻസിന്റെ 2019 അഡ്മിഷൻ ഓൺവേർഡ്സ്. അപ്പോൾ ചെക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ റിസൾട്ട് എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ വിചാരിക്കാത്ത ഒരു മാർക്കാണ് വന്നിട്ടുള്ളതെങ്കിൽ, മാർക്ക് കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ സപ്ലി കിട്ടിയിട്ടുണ്ട് എങ്കിൽ നെക്സ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് റിവാലുവേഷന് കൊടുക്കുക എന്നുള്ളൊരൊറ്റ കാര്യം മാത്രമാണ്. നിർബന്ധമായും നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ റിവാലുവേഷന് കൊടുത്തിരിക്കണം. അപ്പോൾ റിവാലുവേഷൻ്റെയും ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് വരുന്ന SD സ്റ്റുഡൻസിന് 29-ാം തീയതിയാണ്. ഓക്കെ, 4 സെമസ്റ്റർ SD സ്റ്റുഡൻസിന്റെ BCom BBA സ്റ്റുഡൻസിന് റിവാലുവേഷന് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 29-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് റിവാലുവേഷൻ്റെ കാര്യങ്ങൾ ചെയ്യുക. ദെൻ അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ കുറച്ചും കൂടി വേഗം വരുന്നുണ്ട്. വിത്തിൻ 2 മന്ത്സിനുള്ള റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ റിവാലുവേഷന് കൊടുത്തിട്ട് മാർക്ക് കൂടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും റിക്വസ്റ്റ് കൊടുക്കാം. ബട്ട് ഇപ്പോൾ ആദ്യത്തെ പോലെയല്ല. ആദ്യമൊക്കെ ഈ പറഞ്ഞ ഒറ്റ പേപ്പർ 5 മാർക്കിനുള്ളിലൊക്കെയാണ് പോയിട്ടുള്ളതെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർ നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ റിവാലുവേഷൻ കൊടുത്തിട്ട് മാർക്ക് കൂടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്തായാലും അത് കൊടുത്തിരിക്കണം. അപ്പോൾ അത് കൊടുത്തിട്ടും മാർക്ക് കൂടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ വീണ്ടും എഴുതേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദെൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിക്വസ്റ്റ് കൊടുക്കാം. അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയാലായി എന്ന് പറയാം. അതിന് ഉറപ്പില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കുട്ടികൾ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെയും കൂടിയും മറുപടി നൽകിയ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നെക്സ്റ്റ് 5th സെമസ്റ്റർ ആണ്. 5th സെമസ്റ്ററിലെ 3 പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആപ്പിലൂടെ. ഇൻകം ടാക്സ്, അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ്, ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.